പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്കായി പ്രാർത്ഥിക്കുവാനും നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുവാനും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് നയിക്കണമേ. പരിശുദ്ധാത്മാവിനാല് അവിടുത്തെ വലിയ ഹിതം ഞങ്ങളുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അഭിഷേകവും കൃപയും ശക്തിയും അതിനുവേണ്ട ഒരു പ്രേരണയും അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. കർത്താവ്, ഈ ലോകത്തിന്റെ ദൈവൻ ഞങ്ങളുടെ മക്കളുടെ കണ്ണുകളെ അന്ധമാക്കി കർത്താവെ അങ്ങയുടെ വചനത്തെയോ സത്യത്തെയോ കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ ഒരു വലിയ വിടുതൽ നൽകി ഞങ്ങളുടെ മക്കളെ സത്യം കാണാനും യഥാർത്ഥമായ വഴി അറിയാനും അതിൻ്റെ എല്ലാ മേഖലകൾ തിരിച്ചറിയാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവമക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ വിവാഹം വേണ്ടാത്ത മക്കളെ കുറിച്ചൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോ അനേക മക്കൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുന്ന പോലെ ഇന്നലെ അനേകം പേര് അച്ഛനെ വിളിക്കാൻ മെസ്സേജ് വിടുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. മക്കളുടെ അവസ്ഥകൾ, കല്യാണം വേണ്ടാത്ത മക്കളെ കുറിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, പല മക്കളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിന് കല്യാണം കഴിക്കണം, അല്ലാണ്ട് ജീവിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതം എന്ന് പറയുന്നത് ദൈവം പറയുന്ന പോലെ ജീവിക്കണം. കാരണം ജീവൻ ദൈവം തന്നതാണ്, ജീവിതം ദൈവത്തിന്റെയാണ്. ദൈവം പറഞ്ഞ പോലെ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നന്മയ്ക്ക്, സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക്. അത് വേണം. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സാണ് എന്ത്, ഒരു കുടുംബജീവിതം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തില് കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് പറ്റിയ ഇണയെ ഞാൻ നൽകും. വീണ്ടും അവിടെ നമ്മള് 24-ാമത്തെ വചനം വായിക്കുന്നുണ്ട്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും കർത്താവ് അരുളിച്ചു. വിവാഹം എന്നുള്ള ഒരു ജീവിതം, ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനമായ ഒരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഇതിനടിസ്ഥാനം എന്ന് പറഞ്ഞാല് ദൈവസ്നേഹത്തിന്റെ പാരമ്യം, പരസ്പരം പങ്കുവയ്ക്കുക, ഒറ്റ ശരീരം പോലെ ജീവിക്കുക, അതിൽ നിന്ന് ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് മക്കൾക്ക് ജന്മം കൊടുക്കുക, തലമുറയ്ക്ക് ജന്മം കൊടുക്കുക, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തില് പങ്കാളികളാകുന്ന വലിയൊരു ഐക്യത്തിലേക്ക് കർത്താവ് മനുഷ്യനെ അനുഗ്രഹിച്ചുയർത്തി. ദൈവം എന്ന ദാനമാണ് ഇതൊക്കെ. ലൈംഗികത, സന്താന സൗഭാഗ്യം, ഉദരഫലം, ഇതെല്ലാം ദൈവത്തിന്റെ. ഇതൊക്കെ തന്നിട്ടാണ് ദൈവം പറയുന്നത്. ഇതാരെ തന്നെ? ദൈവം തന്ന ശരീരം, ജീവിതം, ഐക്യം, ഉദാശ, അതിലൂടെ ദൈവം പറയുന്ന കാര്യങ്ങൾ, സന്താന പൊട്ടിയുള്ളവരെ പെരുകുക, ദൈവം പറഞ്ഞതാണ്. അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. നമ്മളൊരു കാര്യം ഓർത്തോ, കർത്താവിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ മക്കൾ ജീവിച്ചാൽ അതിന്റെ ഒരു സമാധാനം, ഒരു സന്തോഷം, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ സംതൃപ്തി നമുക്ക് ലഭിക്കും. ഇനി അത് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ വേണം. പാഴ്ജന്മങ്ങളായിട്ട് മാറരുത്. നമ്മൾ 70-80 വർഷം ലോകത്ത് ജീവിക്കും. ഈ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എഫേസ്യോസ് 2:10 പറഞ്ഞുകൊണ്ടല്ലോ, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഫലം പുറപ്പെടുവിക്കണം. ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ദൈവം പലവട്ടം പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിന്റെ ഫലം തേടി വരുന്ന കർത്താവ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഫലം തേടി വരുന്ന കർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം കർത്താവ് തന്നെങ്കിൽ സമയം, ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, ബുദ്ധി, ജോലി, ഇതൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ കുറിച്ച്
ഇന്നലെ ആരാണ്ട് ചോദിച്ചു, അച്ഛനെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേ? എൻ്റെ പ്രിയ, ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ ദൗത്യം എന്നത് പ്രത്യേകമായ ദൈവവിളി, അനേകം ആത്മാക്കൾക്ക് വേണ്ടി ജീവൻ നൽകാൻ വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി അനേകം മക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കുന്ന ഒരപ്പന്റെ പണി ചെയ്യുന്നവനാ ഒരു യഥാർത്ഥ പുരോഹിതൻ. അത് പ്രത്യേകമായ വിളിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി, കുടുംബജീവിതത്തിലേക്കുള്ള വിളി എന്നുള്ളത് അത് കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം. ആ ബൈബിളെ തൊട്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചോളാന്ന് പറയുമ്പോ അത് ഭയങ്കര കഷ്ടപ്പാടാ, ഭയങ്കര ഒരു സഹനം, വേദന, സഹിക്കല്, ക്ഷമിക്കല്, ഇതെല്ലാം നിറഞ്ഞ ജീവിതമാണ്. എന്നാൽ സ്നേഹത്തിനു വേണ്ടി സഹിക്കുമ്പോ, സ്നേഹത്തിനു വേണ്ടി ക്ഷമിക്കുമ്പോ, സ്നേഹത്തിനു വേണ്ടി എല്ലാം ഏറ്റെടുക്കുമ്പോ അതിന് പ്രത്യേകമായൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ ജീവിച്ച് ഫലം പുറപ്പെടുവിക്കും. നമുക്കറിയാം, ഒരു കാര്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ നേടിയെടുക്കുമ്പോ ആ ഫലത്തിന് ഒരു പ്രത്യേക സുഖമുണ്ട്. കഷ്ടപ്പെട്ട് മക്കൾക്ക് ഒരമ്മ ഈറ്റുനോവ് അനുഭവിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തി, ആ കുഞ്ഞിന്റെ കയ്യോ വളരുന്ന കാലവും വളർന്നു നോക്കി, എന്ത് കാരണന്മാർക്ക് ഇത് സന്തോഷ. മക്കൾ വളർന്നു വരുന്നത് കാണുമ്പോ അവിടെ വളർച്ച, അവിടെ ചിരി, ആ കുടുംബത്തിലുള്ള കൂട്ടായ്മ, മക്കൾ വളർന്നു വരുന്നത് കാണുന്നത്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി കഷ്ടപ്പെടും. ഇതില് പ്രത്യേക സന്തോഷ സംതൃപ്തി ഉണ്ട്. ഈ സന്തോഷം, സംതൃപ്തി ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു കുടുംബത്തിൽ മക്കൾ ജനിക്കുമ്പോ ആ അപ്പന് അമ്മയ്ക്ക് ഭയങ്കര സംതൃപ്തി ഉണ്ട്, സന്തോഷമുണ്ട്. ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോവാ. അവരൊറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് തിന്നുന്നു, ഇതിലും സന്തോഷമുണ്ട്. പങ്കുവെക്കുമ്പോഴല്ലേ മക്കളെ സന്തോഷം ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരം, ജീവിതം, നമ്മുടെ കഴിവ്, സമ്പത്ത് പങ്കുവെക്കണം. അതിലേറ്റവും പങ്കുവെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുടുംബം. ദൈവം യോജിപ്പിച്ച ജീവിതം, അവിടെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ദാമ്പത്യ ജീവിതത്തില് പരസ്പരം പങ്കുവെച്ച്, നിങ്ങളൊക്കെ വിചാരിച്ചു ഞാൻ പറയണ ഇത് മനോഹരമായി ജീവിക്കാം. പക്ഷെ അങ്ങനെ ജീവിക്കണം. ദൈവമക്കളെ പോലെ ദൈവകൃപയില് പരസ്പരം പങ്കുവെച്ച്, സഹനങ്ങളും വേദനകളും പരസ്പരം പങ്കുവെച്ച്, പരസ്പരം താങ്ങായി സ്നേഹിച്ച്, ചേർത്ത് പിടിച്ച്, ക്ഷമിച്ച്, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോ ഭയങ്കരമായ സന്തോഷം. അതുമാത്രല്ല, മക്കൾ ജനിക്കുന്നു, ആ മക്കളെ പരസ്പരം സ്നേഹിച്ച് വളർത്തുന്നു, അവർ ഓരോരുത്തരോട് വളർന്നു വരുന്നു. അത് കാണുമ്പോൾ സന്തോഷം അത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കാൻ ദൈവമൊരുക്കിയ വലിയൊരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ഞാൻ പറഞ്ഞില്ലേ, ഫലം പുറപ്പെടുവിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ വിളിച്ചിറക്കി അനേക മക്കൾക്ക് ദൈവത്തിന്റെ വചനം, കൃപ, സ്നേഹം, സ്വർഗത്തിന്റെ ചൈതന്യം പങ്കുവെച്ചു കൊടുക്കുമ്പോ ഒരു സംതൃപ്തി ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു കുടുംബം, കുടുംബ പ്രാർത്ഥന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബത്തില് ഒരുമിച്ച് ഭക്ഷണമില്ല. അടുക്കള, ഒരുമിച്ചുള്ള ഭക്ഷണം എപ്പോ നഷ്ടപ്പെട്ടോ അന്ന് മുതൽ കുടുംബജീവിതം തകർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ഒരുമ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അത് വിവാഹത്തിന്റെ അടിസ്ഥാനത്തില് ലിവിങ് ടുഗദർ, കറങ്ങാൻ പോണു, കമ്പനി അടിക്കുന്നു, കൂട്ടുകൂടുന്നു, ഇതിലൊക്കെ നൈമിഷികതയുള്ളൂ, ഒരു ഉറപ്പില്ല. എന്നാൽ കുടുംബം എന്ന് പറഞ്ഞാൽ മരണം വരെ ഐക്യത്തില്, സ്നേഹത്തില് ഒരുമിച്ച് ജീവിക്കുമ്പോ ഒരു ഭയങ്കര, അതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിവാഹം കഴിച്ചേ പറ്റൂ. അതൊരു വശം. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മുടെ പാരമ്പര്യവും ഒരു സംസ്കാരമുണ്ട്. നമ്മൾ കാർന്നോമാര് പാരമ്പര്യം, ആ പാരമ്പര്യത്തിനൊക്കെ ഒരു വില ഉണ്ടെന്നേ. ഇന്ന് പാരമ്പര്യത്തെ തകർത്തെറിയാനും സംസ്കാരത്തെ തകർത്തെറിയാനും ശ്രമിക്കുന്ന മക്കള് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? കുത്തറിഞ്ഞ ജീവിതം, ഒരു ഉന്നം മറന്ന ജീവിതം. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, എങ്ങും എത്തില്ല. അതുകൊണ്ട് കല്യാണം, വിവാഹം കഴിക്കണം എന്നുള്ളത് ദൈവിക സംവിധാനമാണ്. അതൊരു പാരമ്പര്യം പറയുന്ന വലിയ കാര്യമാണ്. ഓൾസോ ഒരു നാച്ചുറൽ ലോയാണ്. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ഫലദായകത്വത്തിന്റെ വലിയൊരു അടിസ്ഥാനമാണ്. നമ്മൾ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പൈസ ഉണ്ടാക്കി, അതിലൂടെ നമ്മുടെ മക്കളെ വളർത്തി. ഇത് കഴിയുമ്പോ കാരണന്മാര് പ്രായം പറയില്ലേ,
കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിച്ച എനിക്ക് സന്തോഷമുണ്ട്, സംതൃപ്തി ഉണ്ട്. ആ ഒരു സംതൃപ്തി, ആ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഈ വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന് ജന്മം കൊടുത്ത് സഹിച്ചും കഷ്ടപ്പെട്ടും ഒരുമിച്ച് ജീവിച്ച് മക്കൾക്ക് ജന്മം കൊടുത്ത് ആ മക്കളെ വളർത്തി അവരുടെ വളർച്ച അവസാനം ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു, ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. മാത്രമല്ല, നമ്മൾ നിത്യജീവിതത്തിന് പോകേണ്ടവരാണ്, സ്വർഗത്തിൽ പോകേണ്ടവരാ. ആ സ്വർഗ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം ഞാൻ എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിച്ചു. 5 താലന്ത് കിട്ടിയവൻ 5 കൂടി, 2 കിട്ടിയവൻ 2 കൂടി, 1 കിട്ടിയിട്ടുള്ളോ 1 കൂടിയൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ഫലം പുറപ്പെടുവിച്ച് ജീവിക്കാൻ ഏറ്റവും പറ്റിയ ജീവിതമാണ് കുടുംബജീവിതം, പൗരോഹിത്യം, സന്യാസ സമർപ്പണ ജീവിതം. ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ട് ഒന്നുമില്ലാതെ, ഉത്തരവാദിത്വം ഇല്ലാണ്ട് കുത്തഴിഞ്ഞ പോലെ എന്തും ചെയ്ത് ഒന്നിമാസം ജീവിക്കുന്ന ജീവിതം ഒരിക്കലും സന്തോഷപ്രദമല്ല, അതിന് സംതൃപ്തി ഉണ്ടാവത്തില്ല. അത് പിന്നീട് ശൂന്യതയിലേക്കും നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും അർത്ഥരാഹിത്യത്തിലേക്കും ഒരു ശൂന്യതയിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സഭ, നമ്മുടെ കർത്താവ്, നമ്മുടെ വചനം തന്റെ മക്കളോട് പറയുന്നത് സ്നേഹം കൊണ്ട് പറയുന്നത്. ലോകം പലതും പറയും, നാട്ടുകാര് പലതും പറയും, കോടതി പലതും പറയും, സിനിമക്കാര് പലതും പറയും, പിശാചിനെ ആരാധിക്കുന്നവര് പലതും പറയും. പിശാചി പറയും, എന്തിന് കല്യാണം കഴിക്കണം? കണ്ടില്ലേ, ഉണ്ട്, സഹനൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അതിനൊരു സന്തോഷമുണ്ട്, അതിനൊരു സംതൃപ്തിയുണ്ട്. അത് നമ്മുടെ മക്കൾ അറിയണം. പക്ഷെ ഒരു കാര്യമുണ്ട്, പൗലോസ് പറഞ്ഞ പോലെ ഈ ലോകത്തിലെ ദൈവൻ ഇവരുടെ കണ്ണുകളെ അന്ധമാക്കി വേണ്ടാത്ത ചിന്തകള്, വേണ്ടാത്ത ന്യായങ്ങള്, വേണ്ടാത്ത തർക്കങ്ങള് നിരത്തിക്കൊണ്ട് കണ്ണു കെട്ടി ഹൃദയത്തെ മന്ദീഭവിപ്പിച്ചുകൊണ്ട് ഈ സത്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തി വെച്ച ഇതാണ് സാത്താന്റെ കെണി. ഇത് സാത്താന്റെ കെണിയാ, ഇത് സാത്താന്റെ കെണിയാ. സന്തോഷം അനുഭവിക്കാൻ പാടില്ല നമ്മുടെ മക്കള്, സംതൃപ്തി അനുഭവിക്കാൻ പാടില്ല നമ്മുടെ മക്കള്, സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ പാടില്ല നമ്മുടെ മക്കള്. ഇത് പിശാചിന്റെ തന്ത്രമാണ് മക്കളെ. അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. മക്കളെ, ഏതെങ്കിലും മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ വിവാഹം കഴിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമ്മുടെ മക്കൾക്ക് ഈ പ്രകാശം കാണാനും സാത്താൻ കെട്ടിവച്ച കണ്ണുകളെ തുറക്കപ്പെടാനും മന്ദീഭവിച്ച ഹൃദയങ്ങളെ വീണ്ടും മാംസളമാക്കി ജ്വലിപ്പിക്കാനും പ്രാർത്ഥനയ്ക്ക് പറ്റൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ ബലപ്പെടുത്തട്ടെ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അവിടുത്തെ വചനമാണല്ലോ സത്യം. യോഹന്നാൻ 17:17 അവിടുത്തെ വചനമാണ് സത്യം. ഈ സത്യമാണ് സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് നയിക്കുന്നത്. മറ്റു വചനങ്ങളൊക്കെ വ്യാജമാണ്, നുണയാണ്, അസത്യമാണ്. അവരവരും പറഞ്ഞ് കേൾക്കാൻ പോലെ മക്കളെ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കാൻ, കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിച്ച പാരമ്പര്യത്തിലേക്ക് നോക്കി, പൂർവികരിലേക്ക് നോക്കി ജീവിക്കാൻ നമ്മുടെ മക്കൾക്കും നമുക്കും ഇടയാകട്ടെ. ഇന്നേ ദിവസം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് കണ്ണുകെട്ടി ഹൃദയത്തെ മരവിപ്പിച്ച് മന്ദീഭവിച്ച് നമ്മുടെ മക്കളെ കെട്ടിപ്പൊട്ടി കടിയിൽപ്പെടുത്തിയിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും, നിങ്ങളുടെ മക്കളല്ല നമ്മുടെ മക്കളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഈ കെണിയിൽ നിന്ന് വിടുവിക്കട്ടെ. നല്ല പ്രകാശത്തോടെ ചിന്തിക്കാനും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനും അവിടെ വരുന്ന സഹനങ്ങള്, കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങള് കരുത്തോടെ ധീരതയോടെ യുദ്ധം ചെയ്ത് മുന്നേറാനും വേണ്ട അഭിഷേകം, വലിയ ശക്തി, ദൈവകൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ വാട്സപ്പിൽ ഷെയറിങ്ങിനൊക്കെ ഒത്തിരി നിയന്ത്രണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യൽ ഇനി നമുക്ക് പ്രായോഗികമല്ല. വളരെ കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അത് മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ കൊടുക്കണം. അത് മാത്രം പോരാ, ബെൽ ഓപ്ഷൻ, ഒരു ബെല്ല് മണി, അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പൊ രാവിലെ കറക്റ്റ് 5 മണിക്ക് നോട്ടിഫിക്കേഷൻ വരും, ബെല്ലടിക്കും. നമുക്ക് ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ പറ്റും. ഒരു ദിവസം അങ്ങനെ മുടങ്ങി കുറെ പേര് അച്ഛൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് തുറന്നു വിളിയും മെസ്സേജൊക്കെ. അതുകൊണ്ട് എല്ലാവരോട് അച്ഛൻ പറയാണ്,
നിങ്ങൾ യൂട്യൂബ് ചാനൽ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നോട്ടിഫിക്കേഷൻ കൊടുക്കുക, ബെൽ ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 5 മണിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റും. ഇനി അല്പം ഞാൻ പറഞ്ഞില്ലേ, പങ്കുവെക്കാൻ പറ്റാത്തൊരവസ്ഥ വാട്സാപ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛൻ പറയണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ഞാൻ ഇന്നലെ ഓർക്കാണ്, ഇതുമാത്രം പേരെ കരഞ്ഞ് വിളിക്കുന്ന അമ്മച്ചിമാര്. ഇത് കേട്ട് നമുക്ക് സങ്കടം വരും. ആ പ്രശ്നം, ഈ പ്രശ്നം, അത് ഇത് 100,000 കാര്യങ്ങളും വിശേഷങ്ങളും കേട്ട് ഇന്നലെ സത്യം പറഞ്ഞ അച്ഛൻ വൈകുന്നേരം ഒരു പരിവായി ഇതുപോലെ വിളിയായിരുന്നു. കല്യാണം നടക്കാത്ത മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കളെ സാത്താൻ കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന, സത്യം മറച്ചു പിടിച്ചുകൊണ്ട് അവരെ നയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കെണിപ്പെടുത്തിയിരിക്കുക. ഈ സാത്താന്റെ കെണിയെ തകർത്തെറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിലും ആരാധനയിലും ജപമാലയിലും കരുണയുടെ ജപമാലയിലും തിരുരക്തത്തിന്റെ ജപമാലയിലും ഒക്കെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ആരുടെയും പ്രാർത്ഥന, ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥന വൃഥാവിലായി പോകില്ലെന്നുള്ളത് ഉറപ്പ്. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കള് അങ്ങയെ അറിഞ്ഞ്, അങ്ങയെ അനുസരിച്ച്, അങ്ങയുടെ വചനം അനുസരിച്ച്, അങ്ങയുടെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. ഏത് ജീവിതാന്തസ്സിലും സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് സത്യമാണ്. ആ യാഥാർത്ഥ്യം അറിഞ്ഞ് അതിനെ സ്വീകരിച്ച് കർത്താവെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, വിവാഹം വേണ്ട, എന്തിന് വിവാഹം കഴിക്കണം എന്നൊക്കെ വാശി പിടിച്ച് ചോദിച്ച് തർക്കിച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സാത്താൻ കെട്ടിവച്ചിരിക്കുന്ന കെട്ടും അവൻ പെടുത്തിരിക്കുന്ന കെണികളും തിരിച്ചറിയാനുള്ള വലിയ പ്രകാശം ഈ മക്കളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും മനസ്സിനും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലെയൊക്കെ ഒത്തിരിയേറെ മാതാപിതാക്കള് കരഞ്ഞു വിളിച്ചു, കൊച്ചിന് കല്യാണം വേണ്ട. കർത്താവെ, പലവിധ കാരണങ്ങള്, എന്തിന് കല്യാണം കഴിക്കണം, വലിയ വേദനയോടെ പറയുന്നു, തർക്കിക്കുന്നു, വാശി പിടിക്കുന്നു. കർത്താവെ, സമയം കഴിഞ്ഞു പോവാ. സമയം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ജീവിതമാണല്ലോ ഞങ്ങളുടെ മക്കളുടെ ജീവിതം, ഞങ്ങളുടെയും ജീവിതം. കർത്താവെ, സമയത്ത് ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ. അതിനുവേണ്ട മനസ്സ് കർത്താവെ അങ്ങ് കൊടുക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ അങ്ങ് പ്രചോദിപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കൾക്ക് കർത്താവിന്റെ ശക്തി ലഭിക്കാൻ, കൃപ ലഭിക്കാൻ, വലിയ പ്രചോദനം ലഭിക്കാൻ, ദൈവാത്മാവിന് ശക്തമായ അഭിഷേകം നിറയപ്പെടാൻ നമ്മുടെ മക്കൾ കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി തെറ്റായ ചിന്താഗതികള്, വാദഗതികള്, തർക്കങ്ങള്, കർത്താവേ, വാശിപ്പിടുത്തങ്ങള്, കർത്താവേ അങ്ങ് ഏറ്റെടുക്കണം. അതെല്ലാം എടുത്തു മാറ്റണം. ആ കെട്ടുകള് സാത്താൻ അതിലൊക്കെ പെടുത്തി കെണിപ്പെടുത്തിയിരിക്കുന്ന കെണികളെ തകർത്തെറിഞ്ഞ് അവൻ വലയെ കുരുക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിനെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കളോട് അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ തലമുറയോട് അങ്ങ് കരുണയായിരിക്കണമേ. കർത്താവെ, അന്യം നിന്ന് പോകുന്ന കുടുംബങ്ങൾ ഒത്തിരിയേറെ വേദനയോടെയാണ് ഒത്തിരി മാതാപിതാക്കൾ വിളിച്ച് കരയുന്നത്. മക്കളുടെ ജീവിതത്തെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരും നിലവിളികളും നൊമ്പരങ്ങളും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരോടാ പറയാ ഈശോയെ? ഞങ്ങൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങ് തന്നെ നേരിട്ടിടപെടണം. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി, ആ പ്രകാശം ഞങ്ങളുടെ മക്കളിലേക്ക് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ബുദ്ധി പ്രകാശിക്കട്ടെ, മനസ്സ് പ്രകാശിക്കട്ടെ, തീരുമാനങ്ങൾ ദൈവികമാകട്ടെ, തർക്കങ്ങൾ അവസാനിക്കട്ടെ, വാശികൾ വിട്ടുപോകട്ടെ. ഏതെങ്കിലും മക്കൾ കുടുംബജീവിതത്തില് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മുറിവേറ്റ മക്കളുണ്ടെങ്കിൽ കർത്താവെ, മുറിവുകളെ ഉണക്കണമേ. സഹനം ജീവിതത്തിന്റെ ഭാഗമാണ്, കഷ്ടപ്പാട് ജീവിതത്തിന്റെ ഭാഗമാണ്. അതില്ലാത്ത ഒരു ജീവിതവുമില്ലെന്ന സത്യം ഞങ്ങളുടെ മക്കളെ കൂടുതൽ കരുത്തുള്ളവരാകട്ടെ. ഒത്തിരി വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങളെ അതിജീവിപ്പിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ചങ്കുറപ്പ് നൽകണമേ, മനസ്സ് നൽകണമേ. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി പോകട്ടെ ഈശോയെ.
ഞങ്ങളുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മനസ്സറിയാനുള്ള വലിയ പ്രകാശം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്തിന്റെ കല്യാണം കഴിക്കണം? ആ ചോദ്യങ്ങൾ ഞങ്ങളുടെ മക്കൾ അവസാനിപ്പിക്കത്തക്ക വിധം ഞങ്ങളുടെ മക്കളെ അങ്ങ് ബോധ്യപ്പെടുത്തണം, അങ്ങ് പ്രചോദിപ്പിക്കണം. ഞങ്ങൾ എന്തും പറഞ്ഞിട്ടും കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായിൽ മാലാഖേ, സകല വിശുദ്ധരെ മാലാഖമാരെ, സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ മക്കളെ വലിയ അഭിഷേകത്താൽ നിറച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ നൽകി നിങ്ങളുടെ സാന്നിധ്യം മധ്യസ്ഥം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ, കൃപയാകട്ടെ. സ്വയം തിരുസന്നിധിയിൽ എല്ലാവരോടും ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. വ്യക്തിപരമായിട്ട് നമ്മുടെ മക്കൾക്ക് ഈ മേഖലയിലുള്ള എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച മക്കളെ ഈശോയെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ പ്രകാശപൂരിതരാക്കി സത്യമായ വഴി അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ തീരുമാനമെടുക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി അഭിഷേകം വാങ്ങിച്ച് മക്കളിലേക്ക് ഒഴുക്കിക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ. ഈശോയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹവും ശാന്തതയും സമാധാനവും നൽകിക്കൊണ്ട് അങ്ങയുടെ ഹൃദയത്തിന്റെ മനസ്സറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറട്ടെ. ഞങ്ങളുടെ മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. നല്ല ജീവിത പങ്കാളിയെ അങ്ങ് പറഞ്ഞില്ലേ, അവർക്ക് ഉചിതമായ ജീവിത പങ്കാളികൾ നൽകും. ഞങ്ങളുടെ മക്കൾക്ക് ഉചിതരമായ യോഗ്യരായ യോജിച്ച ജീവിത പങ്കാളികൾ നൽകി അനുഗ്രഹിക്കണമേ. അത് സ്വീകരിക്കാനുള്ള കൃപയും ഭാഗ്യവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ